ഹലോ ഗൈസ്, എല്ലാവർക്കും ഫാറ്റെക് സ്കോറിലേക്ക് സ്വാഗതം ഗൈസ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പശു ഞങ്ങളുടെ ഫാമിലത്തെ ഏറ്റവും വലിയ പശുവാണിത്. ഇതിന് 8 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നല്ല പശു, ഞങ്ങളുടെ ഏറ്റവും കുറുമ്പിയായ പശുവാണ്. ഇതിൻ്റെ കുട്ടിയാണ് ആ കിടക്കുന്നത്, മൂരിക്കുട്ടിയാണ് കേട്ടോ ഇത്. ഇതിന് പേരെന്നിട്ടുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടും. ഇത് കറുപ്പാണ്ടി, ഇത് ഒരു ജേഴ്സി പശുവാണ്. നേരത്തെ കണ്ടത് ഗിയർ പശുവിൻ്റെ ഒരു ചെറിയൊരു ക്രോസാണ്. ഇതും HF പശുവാണ്. ഉച്ച സമയമായതുകൊണ്ട് അവരൊക്കെ കിടന്നുറങ്ങിയാണ്. ഇവരൊക്കെ ഉച്ച സമയമായിട്ട് കിടന്നുറങ്ങുന്നത്. ഇത് നേരത്തെ കാണിച്ച കറുപ്പാണ്ടി ജേഴ്സിയുടെ കുട്ടികളാണ്. ഇവിടെയാണ് നമ്മൾ പാടത്ത് കൊണ്ടുവരുന്ന പശുക്കളെ കെട്ടാറ്. ഇത് ഞങ്ങളുടെ വൈക്കോൽ ഷെഡാണ്. ഇവിടെ വൈക്കോൽ മൂടിയിട്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വൈക്കോൽ ഷെഡ്. ഇത് ഞങ്ങളുടെ വഴി, ഇതാണ് തൊഴുത്തേക്ക് പോകുന്ന വഴി. ഇത് മൂത്രം പോകുന്നതാണ്, തൊഴുത്തിൽ നിന്നുള്ള മൂത്രം പോകുന്നതാണ്. അപ്പുറത്തു കൂടെയും മൂത്രം പോകുന്നത്. ഇത് ചാണകമാണ്, ചാണകക്കുഴി. ഇത് ഇന്ന് 2 ലോഡ് ചാണകം കൊടുത്തു. അതാണിപ്പോൾ ചാണകം കാണാത്തത്. ഇത് ചാണകക്കുഴിയാണ്. ഇത് ഞങ്ങളുടെ പറമ്പ്. ഞങ്ങളുടെ പറമ്പിൻ്റെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഫാമിൻ്റെ വീഡിയോ പാർട്ടായിട്ടാണ് ഇടുന്നത്. പശു വളർത്തൽ പാർട്ട് 2 അങ്ങനെ ഇടുന്നതാണ്. മുഴുവൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് ഒരു പശുവാണ്, അതിപ്പോൾ പ്രസവിച്ച കുട്ടിയാണ് കിടക്കുന്നത്. ഇതൊരു HF പശുവാണ്. മറ്റേത് നാടൻ പശു. അപ്പോൾ ഇത് ആട് വളർത്തലിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ആടുകളൊക്കെ ഉച്ചയായതുകൊണ്ട് ഭയങ്കര ബോറടിയിലിരിക്കുകയാണ്. ആടിൻ്റെ വീഡിയോ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ മുഴുവനായിട്ടുള്ള കാഴ്ച. ഇതാ അവൻ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു വൈകുന്നേരമായപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പാല് കറക്കേണ്ട നേരമായപ്പോൾ അവർ സമയമായ എണീക്കും. ഇവനെ പാല് കറപ്പിക്കാൻ നേരായി. ഇവനെ പാല് കൊടുത്തില്ലെങ്കിൽ ഇവൻ വിഷമിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കറുപ്പാണ്ടിട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ഗൈസ്. യെസ്. അപ്പോൾ ഇവരൊക്കെ കറന്നു കഴിഞ്ഞിട്ടോ ഗൈസ്. വീഡിയോ ഒക്കെ നിങ്ങൾ ആസ്വദിച്ചില്ലേ? അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ ആടുകൾക്ക് കഞ്ഞി വയ്ക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ പിന്നെ പശുക്കളുടെ പിണ്ണാക്കൊന്നും വന്നിട്ടില്ല. ചോളത്തവിട്, സുപ്രീം, അങ്ങനത്തെ കുറേ സ്ഥലമുണ്ട്. ഇപ്പം നെല്ലും തവിടും കപ്പലണ്ടി പിണ്ണാക്കും മാത്രമേ ഉള്ളൂ. അപ്പം അത് വരുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക്, നമ്മൾ ഫുഡിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് പശുവിൻ്റെ ഫുഡ് വയ്ക്കുന്ന റൂം. നമ്മൾ അന്ന് പാറ്റയുടെ കാര്യം പറഞ്ഞില്ലേ, ആ റൂം തന്നെയാണിത്. ഇവിടെ ഇപ്പോൾ പശുവിൻ്റെ ഫുഡാണ് വയ്ക്കുന്നത്.
പിന്നെതാ ഗൈസ്, ഇത് മൂത്രം പോകുന്നതാണ്. വാർക്കത്തൊഴുത്താണിത്. വാർക്കത്തൊഴുത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ. ഇതാണ് വാർക്കത്തൊഴുത്ത്. ഞങ്ങളുടെ വാർക്കത്തൊഴുത്താണിത്. തൊട്ട് പിന്നിൽ ഓടിട്ട തൊഴുത്തായിരുന്നു. ഇപ്പോൾ ഷീറ്റ് അടിച്ച് ഈ പൈപ്പിൽ നിന്ന് മുകളിലേക്ക് ടാങ്കിലേക്കുള്ളതാണ്. ആ ടാങ്കിൽ നിന്നാണ് ഈ തൊഴുത്തിലേക്കുള്ള വെള്ളമെല്ലാം എത്തുന്നത്. ഇതാണ് ഇതിൻ്റെ കഞ്ഞി വയ്ക്കുന്ന സ്ഥലം. ഇവിടെയായിരുന്നു ആദ്യം പശുവിന് കഞ്ഞി വച്ചിരുന്ന കഞ്ഞിപ്പോര. അത് മാറ്റിയിട്ട് പുറത്തേക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് നേരെ മാറ്റി നമ്മതാ ഇപ്പോൾ പുറത്തിട്ടാണ് കത്തിക്കുന്നത്. പശുവിൻ്റെ കഞ്ഞിയൊക്കെ നമ്മൾ ഇത് പശുവിൻ്റെ കഞ്ഞിവെള്ളം. അരി നമ്മുടെ പാടത്ത് കൊയ്തിട്ട് വളം കൂടിയ കുഴപ്പം കാരണം അരി കൊള്ളൂലാണ്ടായി, നെല്ല് കൊള്ളൂലാണ്ടായി. അപ്പോൾ ആ നെല്ല് കളയണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ പതിരി പൊടിപ്പിച്ച് നമ്മൾ തവിടാക്കുന്നു. ഇതാണ് പശുക്കളുടെ ബക്കറ്റ്, വെള്ളം കൊടുക്കുന്ന ബക്കറ്റ്. ഇവിടെ പുല്ലാണ്, ഇപ്പോൾ പുല്ല് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് വൈക്കോല്. ഈ വൈക്കോലിൻ്റെ നെല്ല് പതിര് പൊടിപ്പിച്ചിട്ട് അത് ഇതാക്കുന്നു, നെല്ലും തവിടാക്കുന്നു. പിന്നെ ബാക്കി അരി ഉണ്ടാവും. അരി നമ്മൾ പശുവിന് വേണ്ടി കൊടുക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ അരി. അപ്പോൾ ഈ നെല്ല് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ നെല്ല് പൊടിപ്പിക്കുന്നത് ഇതാക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പശു ഉഷാറായിട്ട് നിൽക്കേണ്ട ഗൈസ്. പാല് കുടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവനക്ക് ഈ മറ്റേതിനോട് ഭയങ്കര സ്നേഹമാണ്, ബക്രുവിനോട്. ഇവൻ ഭയങ്കര ക്യൂട്ടല്ലേ. ഇവർ രണ്ടാളും ഭയങ്കര സ്നേഹമാണ്. ചേട്ടൻ അനിയൻ എന്ന പോലെയാണ്. രണ്ടും ഒരു കുട്ടികളാണ്. അവിടെ ഇപ്പോൾ പ്രസവിച്ചത് പെൺകുഞ്ഞാണ്, വൈക്കിടാവ്.